ഇന്നത്തെ വീഡിയോ പട്ടം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയൊരു പട്ടമാണ്. പറക്കോ ഇല്ലയോ എന്നൊന്നും വലിയ പിടുത്തമില്ല, പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ 4ാം ക്ലാസ്സിലെ കുട്ടികളുടെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് പട്ടം ഉണ്ടാക്കി കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ പട്ടമാണ്. അപ്പോൾ പട്ടത്തിന് ആവശ്യമായിട്ടുള്ള സാധനം നല്ല ഈർക്കിലി വേണം. പച്ച ഈർക്കിലിയാണെങ്കിൽ നല്ലത്, ഉണക്കയാകുമ്പോൾ ഒടിഞ്ഞു പോകും. നൂല് വേണം, ഫെവിക്കോൾ വേണം, പിന്നെ മുറിക്കാനൊക്കെ ആയിട്ട് കത്രികയോ കത്തിയോ അങ്ങനെ എന്തെങ്കിലും വേണം. കത്രികയാണ് കുറച്ചുകൂടെ നല്ലത്. പിന്നെ പലതരത്തിലുള്ള കളർ പേപ്പർ ആണെങ്കിൽ നല്ല ഭംഗിയുണ്ടാകും നമ്മുടെ പട്ടം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കെട്ടിയിരിക്കുന്ന റെക്റ്റാങ്കിൾ ഷേപ്പ്ഡ് ആയിട്ടുള്ള ഈ പേപ്പർ സ്ക്വയർ ഷേപ്പ് ആക്കണം. സ്ക്വയർ ഷേപ്പ് ആകുമ്പോഴാണത് കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സ്ക്വയർ ഷേപ്പ് ആക്കാനായിട്ട് കോർണർ ഇതാക്കി കഴിഞ്ഞു. ബാക്കി വരുന്ന ആ പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയർ ഷേപ്പ് ആയിട്ടുള്ള ഒരു പേപ്പർ കിട്ടും. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ, 2 ഈർക്കിലെടുക്കുക. 2 ഈർക്കിലെടുത്തിട്ട് അത്യാവശ്യം നല്ല ഘനമുള്ളത് വേണം, ഇല്ലെങ്കിൽ അത് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ വളച്ച് വെക്കണം, ബൗ ആൻഡ് ആരോ പോലെ വളച്ച് വെക്കുക. എന്നിട്ടത് അതിൽ ഒട്ടിച്ച് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ സാധാരണ പേപ്പർ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിക്കും, പക്ഷേ അത് നിൽക്കാനായിട്ട് വളരെ പാടാണ്. അതുകൊണ്ട് ടേപ്പാണ് ഉപയോഗിച്ചത്. അപ്പോൾ വെയ്റ്റ്ലെസ്സുമാണ്, നല്ല പോലെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഈ സൈഡിലെല്ലാം ഈ 2 സൈഡും, അതായത് 2 ഈർക്കിലും ജോയിൻ്റ് ആകുന്നിടത്തെല്ലാം നമ്മൾ ഈ സെല്ലോ ടേപ്പ് വെച്ചിട്ട് നല്ല വൃത്തിയായിട്ട് ഒട്ടിക്കുക. അതിനുശേഷം ഇതിന് വാലും കയ്യും ഒക്കെ പിടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഞാൻ വേറൊരു കളർ എടുത്തു. 2 കളർ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിന് ഈ കളർ എടുത്തു. എന്നിട്ട് നല്ല രീതിയിൽ മുറിക്കുക, നീളത്തിൽ അങ്ങോട്ട് മുറിക്കുക. ചെറിയൊരു പീസ് കൈയുടെ ഭാഗത്തും ഇച്ചിരി അത്യാവശ്യം വലിയൊരു പീസ് കാലിൻ്റെ ഭാഗത്തും വാലായിട്ടും കൊടുക്കാം. അതിന് വേണമെങ്കിൽ ഡിസൈനോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും കളറോ നിങ്ങൾക്ക് വരയ്ക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം ഒന്നും ചെയ്തില്ല. അതിൽ മുറിച്ചിട്ട് ഫെവിക്കോൾ വെച്ച് സൈഡിൽ, ഇവിടെയാണ് കൈയുടെ ഭാഗം വരുന്നത്. അപ്പോൾ 2 സൈഡിലും കൈയുടെ ഭാഗത്തായിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഒട്ടിച്ച് വെക്കുക. അതുപോലെ താഴെ വാലിൻ്റെ ഭാഗത്തും അത്യാവശ്യം നല്ല രീതിയിൽ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ച് ഏകദേശം ഒരു 10 മിനിറ്റോളം അത് ഒട്ടിപ്പിടിക്കാനായിട്ട് സമയം പിടിക്കും. പെട്ടെന്നൊന്നും നമ്മുടെ പരസ്യത്തിലൊക്കെ കാണും ഫെവിക്കോൾ തൊട്ടുടനെ തന്നെ ഒട്ടുന്നു, പക്ഷേ അങ്ങനെ തൊട്ടുടനെ ഒന്നും ഫെവിക്കോൾ ഒട്ടാറില്ല. ഫെവിക്കോൾക്ക് ഒട്ടാറുണ്ട്, പക്ഷേ ഫെവിക്കോൾ ഒട്ടാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് ഒട്ടിച്ച ഉടനെ തന്നെ കുട്ടികളുടെ കൈവശം കൊടുക്കരുത്. ഇതിന് ഉണങ്ങാനായിട്ട് ഏകദേശം ഒരു 10 മുതൽ 20 മിനിറ്റ് വരെ സമയമെടുക്കും. അതിനുശേഷം മാത്രമേ കുട്ടികളുടെ കയ്യിൽ കൊടുക്കാനായിട്ട് സാധിക്കൂ. ഇതിന് ശേഷം ഇതിൻ്റെ പുറകിൽ ഇതുപോലെ നൂല് കെട്ടണം. നൂല് കെട്ടിയതിന് ശേഷം കുറച്ച് സമയത്തൂടെ ഉണക്കാനായിട്ട് വെക്കുക. അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പട്ടം, അടിപൊളി പട്ടം റെഡിയാണ്. ഇനി കൊണ്ടുപോയി പറത്താം. അപ്പോൾ പറക്കോ ഇല്ലയൊന്നും അറിയില്ല. പറന്നാൽ അതിൻ്റെ വീഡിയോ നമുക്ക് അടുത്ത ഭാഗത്ത് കാണാം. ഓക്കേ.